ഹായ് ഗൈസ്, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് 2002 റിലീസ് ചെയ്ത നമ്മുടെ ജാക്കി ചാൻ നായകനായ ടക്സിഡോ എന്ന സിനിമയുടെ കഥയാണ്. ഒരു കിടിലൻ ആക്ഷൻ ത്രില്ലറാണിത്. 90s കിഡ്സ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്കിത് നൊസ്റ്റാൾജി ആയിരിക്കും. അപ്പൊ നമുക്ക് വേഗം തന്നെ സിനിമയുടെ കഥയിലേക്ക് കടക്കാം. ആദ്യം കാണിക്കുന്നത് മിനറൽ വാട്ടർ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. ഒരാളിപ്പം അവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി അതിന്റെ അകത്തേക്ക് വന്നിരിക്കുകയാണ്. ഇയാളുടെ പേര് വാലസ് എന്നാണ്. ഗവൺമെന്റിന് തന്നെ CSA എന്ന് പറയുന്ന ഒരു ഏജൻസി ഉണ്ട്. അവിടുത്തെ ഒരു സ്പൈ ആണ് ഇയാള്. അയാളിപ്പം അവിടുത്തെ പരിശോധനയിൽ എന്തോ ഒരു കാര്യം കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ കാര്യം ഇൻഫോം ചെയ്യാൻ വേണ്ടി അയാളുടെ ഓഫീസിലേക്ക് വിളിക്കുകയാണ്. എനിക്ക് എത്രയും പെട്ടെന്ന് ക്ലാർക്കിനെ ഒന്ന് കണക്ട് ചെയ്തതാ എന്നാണ് വാലസ് ഇപ്പോൾ പറയുന്നത്. അപ്പുറത്തുനിന്ന് ഫോൺ എടുത്തിരിക്കുന്ന ഒരു ലേഡിയാണ്. ഞാൻ ഇപ്പൊ തന്നെ കണക്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് അവള് കോൾ ഹോൾഡ് ചെയ്തു. എന്നാൽ പെട്ടെന്നാണ് ഈ വാലേസ് നിൽക്കുന്നതിന്റെ മുകൾ ഭാഗത്തു നിന്നും ഒരുത്തൻ വന്നിട്ട് അയാളെ പിടിക്കുന്നത്. അതിനുശേഷം അയാൾ ഒരു കവർ എടുത്തിട്ട് ഈ വാലേസിന്റെ മുഖം മൂടുകയാണ്. എന്നിട്ട് ആ കവറിനകത്തേക്ക് വെള്ളം നിറയ്ക്കാൻ തുടങ്ങി. വാലേസിനാണെങ്കിൽ നല്ല രീതിയിൽ ശ്വാസം മുട്ടുന്നുണ്ട്. അങ്ങനെ ആ വെള്ളം കുടിച്ചിട്ട് വാലേസ് മരിച്ചു പോവുകയാണ്. അയാൾ മരിച്ചു എന്ന് ഉറപ്പായി കഴിയുമ്പോൾ മറ്റവനാണെങ്കിൽ അയാളെ താഴേക്ക് ഇടുകയും ചെയ്യുന്നു. ഇനി കാണിക്കുന്നത് ഈ കഥയിലെ ഹീറോ ജാക്കി ചാൻ. ഈ സിനിമയിൽ അവന്റെ പേര് ജിമ്മി എന്നാണ്. ഇവനൊരു ടാക്സി ഡ്രൈവറാണ്. മാത്രമല്ല ഇവനൊരു പ്രത്യേകതയുണ്ട്. ആരിവന്റെ ടാക്സിയിൽ കയറി കഴിഞ്ഞാലും അവർ പറയുന്ന സ്ഥലത്ത് അവർ തീരെ പ്രതീക്ഷിക്കാത്ത സമയം കൊണ്ട് അവൻ എത്തിക്കും. അത്രയ്ക്ക് സ്പീഡാണ് അവന്. ഇതുവരെയായിട്ടും അവൻ ഒരു ആക്സിഡന്റ് ഉണ്ടാക്കിയിട്ടില്ല. അതാണ് ഇവന്റെ പ്രത്യേകത. അവനിപ്പം അവിടുത്തെ ഒരു കടയുടെ മുമ്പിൽ നിൽക്കുകയാണ്. അവന്റെ ഒരു ഫ്രണ്ട് അവന്റെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട്. ഈ കടയിൽ ഒരു സെയിൽസ് ഗേൾ ഉണ്ട്. കുറെ കാലമായിട്ട് ആ സെയിൽസ് ഗേളിന് ജിമ്മിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ ഇതുവരെയായിട്ടും അവന്റെ ഇഷ്ടം അവളുടെ അടുത്ത് തുറന്നു പറഞ്ഞിട്ടില്ല. ഈ ഒരു സമയം അവന്റെ ഫ്രണ്ട് പറയുന്നത്, നീ ഇപ്പൊ കുറെ കാലമായില്ലേ ഇവളുടെ പുറകെ നടക്കുന്നത്, ഇന്നെങ്കിലും നീ പോയിട്ട് നിന്റെ ഇഷ്ടം അവളുടെ അടുത്ത് പറയുന്നതാണ്. അങ്ങനെ ഫ്രണ്ട് പറഞ്ഞ ധൈര്യത്തില് അവൻ ആ കടയ്ക്കുള്ളിലേക്ക് കയറി. എന്നാൽ ആ ലേഡിയുടെ അടുത്തെത്തുമ്പോൾ നമ്മുടെ ജിമ്മിക്ക് കാര്യങ്ങളൊന്നും അങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ അവിടെ നിന്ന് തിരിച്ചു പോരുകയും ചെയ്തു. അങ്ങനെ അവന്റെ ടാക്സിയിൽ ഇരുന്നിട്ട് എങ്ങനെ ഒരു പെണ്ണിനോട് സംസാരിക്കാം എന്നൊക്കെ പുസ്തകം നോക്കി പഠിക്കാൻ തുടങ്ങി. ഈ സമയത്താണ് ആ സെയിൽസ് ഗേൾ കടയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി വരുന്നത്. അത് കണ്ടതും ജിമ്മി ആണെങ്കിൽ ഡോർ തുറന്നു. എന്നാൽ ഈ സമയം ഒരു ജിമ്മൻ അതിലെ സൈക്കിളിൽ പാസ് ചെയ്യുന്നുണ്ടായിരുന്നു. ജിമ്മി ഡോർ തുറന്നപ്പോൾ ആ ജിമ്മനെ തട്ടിയിട്ട് ജിമ്മൻ താഴേക്ക് വീഴാണ്. അത് കണ്ടതും ജിമ്മന് ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി. ഉടനെ തന്നെ ആ ജിമ്മൻ ജിമ്മിയെ പിടിച്ചിടിക്കുകയാണ്. ഈ ജാക്കി ചാന്റെ ശൈലിയൊക്കെ അറിയാലോ. അയാളെ പിടിച്ചിടിക്കുമ്പോൾ ജിമ്മി ആണെങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ തുടങ്ങി. മാത്രമല്ല അവൻ അവിടെ നിന്ന് മുന്നോട്ട് ഓടുകയും ചെയ്തു. ഇതെല്ലാം ആ ലേഡിയും കാണുന്നുണ്ട്. ജിമ്മി ആ കാണിക്കുന്നൊക്കെ കാണുമ്പോൾ ഇവൻ എന്തുവാണ് ഈ കാണിച്ചു കൂട്ടുന്നത് എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് ആ ലേഡി അവിടെ നിൽക്കുന്നത്. അങ്ങനെ ജിമ്മി നേരെ അവിടെയുള്ള ഒരു കാറിന്റെ അടിയിലേക്ക് ഇരുന്നു. ഈ സമയത്താണ് ആ ജിമ്മൻ ആ കാറിന്റെ മുകളിലേക്ക് കയറുന്നത്. മുകളിലേക്ക് കയറിയതിനു ശേഷം അവൻ അതിന്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ചാടി കളിക്കാൻ തുടങ്ങി. അവനിങ്ങനെ ചാടുന്നതുകൊണ്ട് ആ കാർ ഇങ്ങനെ താഴ്ന്നു വരികയാണ്. വളരെ കഷ്ടപ്പെട്ടാണ് ജിമ്മി അതിന്റെ താഴത്ത് കിടക്കുന്നത്. ഈ സമയത്താണ് ജിമ്മിയുടെ ആ ഫ്രണ്ടും അത് കാണുന്നത്. അവൻ ഉടനെ തന്നെ ആ ജിമ്മന്റെ അടുത്തേക്ക് ചെന്നു. അതിനുശേഷം അവന്റെ അടുത്ത് ദേഷ്യപ്പെടാൻ തുടങ്ങി. എന്നാൽ ഈ സമയത്താണ് പോലീസുകാർ അങ്ങോട്ട് വരുന്നത്. പോലീസുകാരെ കണ്ടതും ആ ജിമ്മനാണെങ്കിൽ അവന്റെ ആ സൈക്കിൾ എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോവുകയും ചെയ്തു. അങ്ങനെ അയാൾ പോയി കഴിഞ്ഞതിന് ശേഷം ജിമ്മി അവിടെ നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് അവൻ നേരെ അവന്റെ ടാക്സിക്കകത്തേക്ക് കയറാണ്. ഈ സമയം ആ ടാക്സിയിൽ ഒരു ലേഡി ഇരിക്കുന്നുണ്ട്. ജിമ്മി അങ്ങോട്ട് വരുമ്പോൾ എനിക്കൊരു ഓട്ടം പോകണം എന്നാണ് അവള് പറയുന്നത്. അതിനെ തുടർന്ന് ജിമ്മി വണ്ടി എടുത്തു. എന്നാൽ ആ ലേഡി അങ്ങനെ വെറുതെ വന്ന ആ ടാക്സിയിൽ കയറിയതല്ല. ഈ ജിമ്മി ആരാണെന്നും അവന്റെ കഴിവുകൾ എന്താണോ എന്ന കാര്യങ്ങളൊക്കെ അവൾ മുൻകൂട്ടി അറിഞ്ഞിട്ടുണ്ട്. അവനെ കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും ഇപ്പൊ അവളുടെ ഫോണിലുണ്ട്. അവളിപ്പോ ജിമ്മിന്റെ അടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മേക്കപ്പ് ഇടുന്നത് വരെ നിനക്ക് സമയം തരാം. അതിനുള്ളിൽ ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് നീ എന്നെ എത്തിക്കുകയാണെങ്കിൽ നിന്റെ മീറ്റർ ചാർജിന്റെ ഡബിൾ പൈസ ഞാൻ തരാം എന്നാണ് അവള് പറയുന്നത്. അത് കേൾക്കുമ്പോൾ അതിനെന്താ ഇപ്പൊ തന്നെ എത്തിച്ചേക്കാന്നും പറഞ്ഞിട്ട് ജിമ്മി വളരെ വേഗത്തിൽ വണ്ടി ഓടിക്കാൻ തുടങ്ങി. അങ്ങനെ ആ സിറ്റിയിലുള്ള സകല ഊടുവഴികളിലൂടെ പോയി അവൾ പറഞ്ഞ സമയത്തിനേക്കാൾ മുമ്പേ തന്നെ അവൻ അവളെ ആ സ്ഥലത്തേക്ക് എത്തിച്ചു. അതുകൊണ്ട് തന്നെ ആ ലേഡി ശരിക്കും ഇംപ്രസ്ഡ് ആയി. ഇപ്പൊ അവൾ അവന്റെ അടുത്ത് ചോദിക്കുന്നത്, ആഴ്ചയിൽ നിനക്ക് എത്ര രൂപ സാലറി ഉണ്ടെന്നാണ്. എനിക്ക് $500 വെച്ചിട്ട് ആഴ്ചയിൽ കിട്ടും എന്നാണ് അവൻ മറുപടി പറയുന്നത്. ഓ, $500 ഉള്ളൂ, എന്നാൽ നിനക്ക് ഞാൻ ആഴ്ചയിൽ 2000 രൂപ തരാം, നീ എന്റെ കൂടെ ജോലിക്ക് വരുന്നു. അവൾ വീണ്ടും ചോദിക്കുന്നു. ആഴ്ചയിൽ $2000 കിട്ടുമെന്ന് പറയുമ്പോൾ പിന്നെന്താ, തീർച്ചയായിട്ടും ഞാൻ വരാം എന്നാണ് ജിമ്മി പറയുന്നത്. അങ്ങനെ പിറ്റേ ദിവസം തന്നെ അവൾ പറഞ്ഞ സ്ഥലത്തേക്ക് അവൻ ജോലിക്ക് എത്തി. അവന്റെ ജോലി എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് ഡ്രൈവറാണ്. ക്ലാർക്ക് ഡെവ്ലിൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഇനി അയാളുടെ പ്രൈവറ്റ് ഡ്രൈവറാണ് ജിമ്മി. അങ്ങനെ ജിമ്മി അവന്റെ ജോലി ആരംഭിച്ചു. ഇന്നിപ്പോ ഡെവ്ലിനുമായിട്ട് അവൻ എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ സിനിമയുടെ തുടക്കത്തിൽ ഒരു വാലേസിനെ കണ്ടിട്ടില്ലായിരുന്നു. അയാൾ എനിക്ക് ക്ലാർക്കുമായിട്ടൊന്ന് ഫോൺ കണക്ട് ചെയ്തു തരാമോ എന്ന് ചോദിച്ചിട്ടില്ലായിരുന്നു. അതേ ക്ലാർക്ക് തന്നെയാണ് ഇയാളും CSAയുടെ ഒരു സ്പൈ ആണ്. ഇന്നിപ്പോൾ അയാൾ കാറിലിരിക്കുമ്പോൾ അയാൾക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്, വാലസിന്റെ മരണത്തിനെ കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞിട്ട്. ആ ഒരു അന്വേഷണത്തിലാണ് ഇപ്പൊ ഇയാള്. ഇനി കാണിക്കുന്നത് CSAയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ആണ്. അവിടെ കുറെ ഏജന്റ്സ് ഒക്കെ കൂടിയിട്ടുണ്ട്. ഈ സമയത്താണ് മറ്റൊരു ഏജന്റ് ആ വാലസിന്റെ ബോഡിയുമായിട്ട് അങ്ങോട്ട് വരുന്നത്. ആ ഏജന്റ് ഇപ്പൊ അവിടെ കൂടി നിൽക്കുന്ന ഏജന്റ്സിന്റെ അടുത്ത് പറയുന്നത് ഈ വാലസ് ഇയാളുടെ ബാത്ടബിൽ മുങ്ങി മരിച്ചു എന്നാണ്. എന്നാൽ ഈ സമയം അവിടെ മറ്റൊരു ഏജന്റ് നിൽക്കുന്നുണ്ട്. ഇവളുടെ പേര് ബ്ലെയിൻ എന്നാണ്. കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ ഇവൾ ഈ CSAയിൽ ജോയിൻ ചെയ്തിട്ട്. അവളിപ്പോ പറയുന്നത്, നിങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്നൊക്കെ തെറ്റാണ്. ഇയാളെ ബാത്ടബിൽ മുങ്ങി മരിച്ചതല്ല, ഇതൊരു മർഡർ ആണ്.
ഞാൻ ഇയാളുടെ ലങ്സും കാര്യങ്ങളൊക്കെ പരിശോധിച്ചു. ലങ്സിൽ നിന്നും എനിക്ക് വെള്ളത്തിന്റെ സാമ്പിൾ കിട്ടുകയും ചെയ്തു. എന്നാൽ ഇയാൾ മുങ്ങിയല്ല മരിച്ചിരിക്കുന്നത്, ഇയാൾ ദാഹിച്ചാണ് മരിച്ചിരിക്കുന്നത് എന്നാണ് അവള് പറയുന്നത്. അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ശരിക്കും അത്ഭുതമായി. ലങ്സിനകത്ത് വെള്ളം ഉണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് ദാഹിച്ചു മരിക്കുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത്. അത് തന്നെയാണ് ഈ കേസിലെ ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ. ഇയാൾ ദാഹിച്ച് തന്നെയാണ് മരിച്ചിരിക്കുന്നത്. എന്നാൽ ഇയാൾ കുടിച്ചിരിക്കുന്നത് പൈപ്പിലെ വെള്ളമല്ല, ബോട്ടിൽഡ് വാട്ടറാണ്. ആ വെള്ളം ഞാൻ പരിശോധിച്ചപ്പോൾ ഒരു പ്രത്യേക രീതിയിലുള്ള ബാക്ടീരിയ എനിക്കതിൽ കാണാൻ സാധിച്ചു. പക്ഷെ അത് ഏത് ബാക്ടീരിയ ആണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എന്നൊക്കെയാണ് ബ്ലെയിൻ പറയുന്നത്. അവളതൊക്കെ സംസാരിക്കുമ്പോൾ അവർക്ക് ഈ വെള്ളവുമായി ബന്ധപ്പെട്ട് നല്ല നോളജ് ഉണ്ട് എന്ന് അവരുടെ ഹെഡിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓ അത് ശരി, അപ്പൊ നിനക്ക് ഇതിനെ കുറിച്ചൊക്കെ നല്ല ധാരണയാണല്ലേ. നീ ഒരു കാര്യം ചെയ്യ്, ഞങ്ങളിപ്പോ പുതിയൊരു കേസ് അന്വേഷിക്കുന്നുണ്ട്, ആ ടീമിൽ നീയും ജോയിൻ ചെയ്യ്. നീ ക്ലാർക്ക് ഡെവ്ലിൻ എന്ന് കേട്ടിട്ടുണ്ടോ? അയാൾക്കാണ് ആ ഇൻവെസ്റ്റിഗേഷന്റെ ചുമതല. നിനക്ക് ഈ വെള്ളത്തിനെ കുറിച്ച് നല്ല നോളജ് ഉള്ളതുകൊണ്ട് ഈ ഒരു അന്വേഷണത്തിൽ നിന്നെ പുള്ളിക്ക് ആവശ്യം വരും. അതുകൊണ്ട് നീ പുള്ളിയെ ചെന്നൊന്ന് കാണ്. ഇനിയുള്ള ദിവസം നീ പുള്ളിയുടെ കൂടെയാണ് വർക്ക് ചെയ്യേണ്ടത് എന്നാണ് അവരുടെ ഹെഡ് പറയുന്നത്. അവളാണെങ്കിൽ അത് സമ്മതിക്കുകയും ചെയ്യുന്നു. ഇതേസമയം തന്നെ ഡെവ്ലിനും ജിമ്മിയും നേരെ പോയിരിക്കുന്നത് ചെറിയ ചില ജീവികളെ സ്റ്റഫ് ചെയ്ത് വിൽക്കുന്ന ഒരു കടയിലേക്കാണ്. ഡെവ്ലിൻ അങ്ങോട്ട് ചെന്ന ഉടനെ തന്നെ അവിടെ നിന്നും ഒരു വണ്ടിനെ എടുത്തു. അവിടെ സുന്ദരിയായിട്ടുള്ള ഒരു സെയിൽസ് ഗേൾ നിൽക്കുന്നുണ്ട്. അവളാണ് അവിടുത്തെ ജീവികളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡെവ്ലിന് പറഞ്ഞു കൊടുക്കുന്നത്. ഈ ഡെവ്ലിൻ എന്ന് പറയുന്നത് ഒരു കിടിലൻ ഇൻവെസ്റ്റിഗേറ്റർ ആണ്. മാത്രമല്ല ഈ പെണ്ണുങ്ങളെ വളയ്ക്കാനും അയാൾക്ക് നല്ല മിടുക്കുണ്ട്. ഇപ്പൊ വളരെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അയാൾ ആ സെയിൽസ് ഗേളിനെ വളച്ചെടുത്തു. ഇപ്പൊ അയാൾ അവളുടെ അടുത്ത് പറയുന്നത്, ഇന്ന് നൈറ്റില് എന്റെ വീട്ടിലൊരു പാർട്ടി നടക്കുന്നുണ്ട്, തീർച്ചയായിട്ടും നീയും അങ്ങോട്ട് വരണം എന്നാണ്. അയാളുടെ ആദ്യത്തെ സംസാരത്തിൽ തന്നെ അവൾ ശരിക്കും വീണു. അതുകൊണ്ട് തന്നെ രാത്രിയിലെ പാർട്ടിക്ക് ഞാൻ വരാം എന്നവൾ സമ്മതിക്കുകയും ചെയ്തു. ഇതെല്ലാം വളരെ അത്ഭുതത്തോടെ നോക്കിക്കൊണ്ട് നിൽക്കായിരുന്നു ജിമ്മി. ഇപ്പൊ ഡെവ്ലിൻ ആ കടയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, എങ്ങനെയാണ് നിങ്ങൾ ഇത്ര പെട്ടെന്ന് ഈ പെണ്ണിനെ വളച്ചെടുത്തത് എന്നാണ് അവൻ ചോദിക്കുന്നത്. അതേക്കുന്ന ഡെവ്ലിൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതൊക്കെ വളരെ സിമ്പിളാണ് ജിമ്മി. നീ ഞാനിട്ടിരിക്കുന്ന ഈ കോട്ട് കണ്ടില്ലേ, 90% കാര്യങ്ങൾ ഈ കോട്ട് ചെയ്തോളും, പിന്നെയുള്ള 10% അത് നിന്റെ കോൺഫിഡൻസ് ആണ് എന്നാണ് ഡെവ്ലിൻ പറയുന്നത്. അങ്ങനെ ആ സംസാരത്തിന് ശേഷം അവർ കാറിലേക്ക് കയറി. ആദ്യം കയറുന്നത് ഡെവ്ലിനാണ്. ജിമ്മി ആ വണ്ടിക്കകത്തേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ അയാൾ നേരെ അയാളുടെ ഓഫീസിലേക്ക് വിളിച്ചു. അതിനുശേഷം അയാൾ പറയുന്നത്, എന്റെ ഈ പുതിയ ഡ്രൈവർ ഉണ്ടല്ലോ ജിമ്മി, എനിക്ക് അവനെ ശരിക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഉടനെ തന്നെ ഇവന്റെ സൈസിലുള്ള ഒരു കോട്ട് റെഡിയാക്കി വെക്കണം എന്നാണ് അയാൾ പറയുന്നത്. അങ്ങനെ സമയം രാത്രിയായി. ഡെവ്ലിന്റെ വീട്ടില് ഇപ്പൊ ആ പാർട്ടി നടക്കുകയാണ്. അയാളുടെ ഓഫീസിലെ കുറെ ആൾക്കാർ അവിടെ വന്നിട്ടുണ്ട്. മാത്രമല്ല ആ സെയിൽസ് ഗേളും അവിടെ ഉണ്ട്. ഇപ്പൊ ഡെവ്ലിനും അവളും കൂടെ അവിടെ നിന്ന് ഡാൻസ് കളിക്കുകയാണ്. ഇതെല്ലാം നോക്കിക്കൊണ്ട് നമ്മുടെ ജിമ്മി അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. എന്നാൽ ഇവർ ഈ ഡാൻസ് കളിക്കുമ്പോൾ ഈ ഡെവ്ലിൻ ആണെങ്കിൽ ചില വിക്രസുകളൊക്കെ കാണിക്കുന്നുണ്ട്. മാത്രമല്ല ആ ഡാൻസ് കഴിഞ്ഞിട്ട് ആ ലേഡി അവിടെ നിന്ന് പോകുമ്പോൾ ഷാമ്പയിനും കൊണ്ട് ഒരാൾ അങ്ങോട്ട് വരുന്നുണ്ട്. ആ താഴത്തെ പടി ഇറങ്ങുമ്പോൾ അയാളുടെ കാല് തെറ്റി. അതോടുകൂടെ അയാളുടെ കയ്യിൽ നിന്ന് ആ ഷാമ്പയിനൊക്കെ തെറിച്ചുപോയി. എന്നാൽ പെട്ടെന്നാണ് ഡെവ്ലിൻ ആ ഷാമ്പയിനൊക്കെ കയറി പിടിക്കുന്നത്. ഒരു സാധാരണ മനുഷ്യനെ കൊണ്ട് അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ എങ്ങനെയാണ് ഈ ഡെവ്ലിൻ അത് ചെയ്തത്? അതിന്റെ കാരണം മറ്റൊന്നുമല്ല, അയാൾ ധരിച്ചിരിക്കുന്ന കോട്ടാണ്. ഈ കോട്ടിനെ പറയുന്നത് ടക്സിഡോ എന്നാണ്. ഇത് ധരിച്ചു കഴിഞ്ഞാൽ മനുഷ്യർക്ക് സൂപ്പർ പവർ കിട്ടും. അതുകൊണ്ടാണ് നേരത്തെ അയാൾ ജിമ്മിയുടെ അടുത്ത് 90% കാര്യങ്ങൾ ഈ കോട്ട് ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞത്. എന്നാൽ ജിമ്മി വിചാരിച്ചിരിക്കുന്നത് അതൊരു സാധാരണ കോട്ട് തന്നെയാണെന്നാണ്. അങ്ങനെ പാർട്ടിയൊക്കെ കഴിഞ്ഞിട്ട് ജിമ്മി ഇപ്പോൾ ഡെവിളിന്റെ റൂമിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെയാണ് അയാളുടെ കോട്ടുകളൊക്കെ സൂക്ഷിക്കുന്നത്. അങ്ങനെ ജിമ്മി ഇപ്പോൾ ഒരു കോട്ടൊക്കെ അവിടെ കൊണ്ടുവച്ചു. ഈ സമയത്താണ് ആ ടക്സിഡോ എന്ന് പറഞ്ഞ കോട്ട അവൻ കാണുന്നത്. അതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. വളരെ കൗതുകത്തോടെ ജിമ്മി ആ കോട്ടൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഈ സമയത്താണ് ഡെവിലിൻ അങ്ങോട്ട് വരുന്നത്. വന്ന ഉടനെ തന്നെ അയാൾ പറയുന്നത്, ഒരു കാരണവശാലും എന്റെ ടക്സിഡോയിൽ തൊട്ടുപോകരുതെന്നാണ്. അതേക്കുമ്പോൾ, ഇല്ല സാർ, ഞാൻ ഇതിൽ തൊട്ടിട്ടില്ല, ഞാൻ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വന്നതാണ് എന്നാണ് ജിമ്മി പറയുന്നത്. ഓ അങ്ങനെയാണോ, എങ്കിലത് വിട്, പിന്നെ നീ പെട്ടെന്ന് റെഡിയാവും, നമുക്ക് അത്യാവശ്യമായിട്ടൊന്ന് പുറത്തു പോകണം എന്നാണ് ഡെവിലിൻ പറയുന്നത്. അങ്ങനെ ഉടനെ തന്നെ അവർ സിറ്റിയിലേക്ക് ഇറങ്ങി. ആദ്യം അവർ പോകുന്നത് ഒരു പിസ്സ ഷോപ്പിലേക്കാണ്. പോകുന്ന വഴിക്ക് ഡെവിലിൻ ഒരു ചിത്രം വരയ്ക്കുന്നുണ്ട്. അതൊരു പ്രാണിയുടെ ചിത്രമാണ്. മാത്രമല്ല ആ പേപ്പറിൽ അയാൾ വേറെന്തൊക്കെ കൂടെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ അവർ ആ പിസ്സ ഷോപ്പിലെത്തി. ഈ സമയം ഒരു ലേഡി ഒരു പിസയുടെ ബോക്സ് അവർക്ക് കൊടുക്കുകയാണ്. ജിമ്മി ആണെങ്കിൽ ആ ബോക്സ് കിട്ടിയ ഉടനെ തന്നെ അത് ഡെവിലിന് കൊടുക്കുകയും ചെയ്തു. എന്നാൽ ആ ബോക്സിനകത്തുണ്ടായിരുന്നത് പിസ ആയിരുന്നില്ല, അതെന്തോ ഒരു കവറായിരുന്നു. അങ്ങനെ അവർ അതും വാങ്ങി അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് ഒരുത്തൻ അവരുടെ വണ്ടിക്ക് മുന്നിലേക്ക് ചാടുന്നത്. അത് കണ്ട ഉടനെ തന്നെ ജിമ്മി പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാണ്. എന്നാൽ ഈ സമയം ഒരു സ്കേറ്റർ ബോർഡിൽ വന്ന ഒരുത്തൻ ആ കാറിന്റെ പുറകിലായിട്ട് ഒരു ഡിവൈസ് സെറ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ജിമ്മി വീണ്ടും വണ്ടി മുന്നോട്ടെടുക്കുന്നു. ഈ സമയം ആ സ്കേറ്റർ ബോർഡിൽ ഉണ്ടായിരുന്ന ആള് ആ സ്കേറ്റർ ബോർഡ് ആ വണ്ടിയുടെ പുറകെ പറഞ്ഞു വിടുകയാണ്. ഇപ്പൊ അവര് മുന്നോട്ട് പോകുമ്പോൾ ആ സ്കേറ്റർ ബോർഡ് അവരെ ഫോളോ ചെയ്യുന്നത് ഡെവിലിൻ കാണുന്നുണ്ട്. അതിൽ നിന്നും വണ്ടിക്കകത്ത് ബോംബുണ്ട് എന്ന കാര്യമൊക്കെ മനസ്സിലായി. അങ്ങനെ ഡെവിലിന്റെ നിർദ്ദേശപ്രകാരം ജിമ്മി വളരെ വേഗത്തിൽ വണ്ടി ഓടിക്കാൻ തുടങ്ങി. ഒരു സ്ഥലത്ത് എത്തിക്കഴിയുമ്പോൾ അവർ പെട്ടെന്ന് തന്നെ ആ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. എന്നാൽ ഈ സമയത്താണ് ആ വണ്ടി മൊത്തത്തിൽ പൊട്ടിത്തെറിക്കുന്നത്. അത് പൊട്ടിത്തെറിച്ച് കഴിഞ്ഞപ്പം ഡെവിലിന് ജിമ്മി എഴുന്നേക്കുമെങ്കിലും ആ ചാട്ടത്തില് ഡെവിലിന്റെ തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾ തളർന്ന് താഴേക്ക് വീഴാണ്. അത് കണ്ട ഉടനെ തന്നെ ജിമ്മി ആണെങ്കിൽ അയാളെ പിടിക്കുകയും ചെയ്തു. ഈ സമയം ഡെവിലിൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ കയ്യിലുള്ള വാച്ച് ഊരി ജിമ്മിക്ക് കൊടുക്കുന്നു. എന്നിട്ട് അയാൾ പറയുന്നത്, നീ ഉടനെ തന്നെ ഈ വാച്ച് കെട്ടണം, പിന്നെ ഒരു കാരണവശാലും ആരെയും വിശ്വസിക്കരുതെന്നാണ്.
അങ്ങനെ ജിമ്മി ഉടനെ തന്നെ അയാളെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഡോക്ടർമാരും നേഴ്സുമാരും അയാളെ കൊണ്ടുപോകുന്നതിന് മുമ്പ് ഡെവലിൻ മറ്റൊരു കാര്യം കൂടി ജിമ്മിയുടെ അടുത്ത് പറയുന്നുണ്ട്. വാട്ടർ സ്ട്രൈഡർ എന്നൊരു പേരാണ് അയാൾ പറയുന്നത്. പക്ഷെ അതെന്താണ് എന്ന കാര്യം ജിമ്മിക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ ജിമ്മി അവിടെ വെയിറ്റ് ചെയ്യുമ്പോൾ നേരത്തെ ആ പിസ്സ ഷോപ്പിൽ നിന്ന് വാങ്ങിയ കവർ അവന്റെ കയ്യിലിരിക്കുന്നുണ്ട്. അവൻ ഉടനെ തന്നെ അത് തുറന്നു നോക്കുകയാണ്. എന്നാൽ അത് തുറന്നതും അതിന് തീ പിടിക്കുകയും ചെയ്തു. ഈ സമയത്താണ് ഒരു നേഴ്സ് അങ്ങോട്ട് വരുന്നത്. അവൾ ജിമ്മിയുടെ അടുത്ത് എത്തിയതിനു ശേഷം ഇത് നിന്റെ ബോസിന്റെ കയ്യിൽ നിന്ന് കിട്ടിയതാണെന്നും പറഞ്ഞിട്ട് അവൾ ഒരു കഷ്ണം പേപ്പർ എടുത്തിട്ട് ജിമ്മിക്ക് കൊടുക്കുന്നു. ജിമ്മി അത് തുറന്നു നോക്കുമ്പോൾ അത് നേരത്തെ അയാൾ ആ കാറിൽ നിന്ന് വരച്ച ചിത്രമുള്ള പേപ്പറാണ്. പക്ഷെ അത് കണ്ടിട്ടും അതെന്താണ് സംഭവം എന്ന കാര്യം ജിമ്മിക്ക് മനസ്സിലായിട്ടില്ല. ഇനി കാണിക്കുന്നത് ഒരു ഷിപ്പാണ്. അതിനകത്താണ് ഈ കഥയിലെ വില്ലനായ ബാനിങ് ഇരിക്കുന്നത്. ഈ ക്ലാർക്ക് ഡെവലിൻ അയാളുടെ ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇയാളെ കുറിച്ചിട്ടാണ്. പുള്ളി ഇപ്പോൾ ഒരു മീറ്റിങ്ങിന് വേണ്ടി വന്നിരിക്കുകയാണ്. അയാളുടെ കമ്പനിയിലെ സയന്റിസ്റ്റായ ഡോക്ടർ സിംസും അവിടെ ഇരിക്കുന്നുണ്ട്. ഈ സമയത്താണ് ആ മീറ്റിങ്ങിൽ ആൾക്കാരൊക്കെ അങ്ങോട്ട് വരുന്നത്. അയാൾ അങ്ങോട്ട് വന്ന അവിടെ ഇരുന്ന ഉടനെ തന്നെ ഡോക്ടർ സിംസ് അയാൾക്ക് കുടിക്കാൻ വേണ്ടി ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തു. എന്നാൽ അയാളത് കുടിച്ചു കഴിയുമ്പോൾ അയാൾ വല്ലാതെ വേർക്കാൻ തുടങ്ങി. ആ വെള്ളത്തിനകത്ത് നേരത്തെ ബ്ലെയിൻ പറഞ്ഞ ആ ബാക്ടീരിയ കലർത്തിയിട്ടുണ്ട്. അയാൾ അത് കുടിച്ചതും അയാൾക്ക് ഡീഹൈഡ്രേഷൻ സംഭവിക്കാൻ തുടങ്ങി. അതായത് അയാളുടെ ശരീരത്തിലെ മുഴുവൻ ജലാംശവും വറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ അയാൾ മരിച്ച് താഴേക്ക് വീണു. ഇനിയിപ്പോൾ അയാളെ തൊട്ട് കഴിഞ്ഞാൽ തന്നെ അയാൾ പൊടിഞ്ഞു പോകും. ഇനി ഇയാൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള ബാക്ടീരിയ കലർത്തിയ വെള്ളം ലോകം മൊത്തം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനാണ് അയാൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ വെള്ളത്തിന്റെ വിശ്വാസ്യത കുറയും. എന്നാൽ ഈ ബാനിങ്ങിന് ഒരു മിനറൽ വാട്ടറിന്റെ ഫാക്ടറി ഉണ്ട്. അവിടെ മാത്രമേ ബാക്ടീരിയ ഉണ്ടാവത്തില്ല. അങ്ങനെ വരുമ്പോൾ ആൾക്കാർ ഈ ബാനിങ്ങിന്റെ വെള്ളം മാത്രമേ വാങ്ങത്തുള്ളൂ. അങ്ങനെ ലോകത്തുള്ള മുഴുവൻ വെള്ളത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ അയാളുടെ പേർക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് ബാനിങ് ഇതുപോലത്തെ പരിപാടിയൊക്കെ ചെയ്യുന്നത്. ഇതേ സമയം തന്നെ ജിമ്മി ആണെങ്കിൽ ഡെവലിന്റെ വീട്ടിലാണ്. അവനിപ്പോൾ ഡെവലിന്റെ ഒരു ഡയറി എടുത്തിട്ടുണ്ട്. വാട്ടർ സ്ട്രൈഡർ എന്നുള്ള പേര് അതിലുണ്ടോ എന്നാണ് അവനിപ്പോൾ ചെക്ക് ചെയ്യുന്നത്. പക്ഷെ വാട്ടർ സ്ട്രൈഡർ എന്ന പേരിൽ ആരുമില്ല. ഇനിയൊരു പക്ഷേ ഡെവലിൻ പറഞ്ഞത് വാൾട്ടർ സ്ട്രൈഡർ ആണോ എന്നും കൂടെ അവൻ ചെക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ ആ പേരും ആ ഡയറിയിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അതൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം അവൻ നേരെ പോകുന്നത് ആ ടെക്സ്റ്റോ എന്ന് പറഞ്ഞ സ്യൂട്ടിന്റെ അടുത്തേക്കാണ്. അവന്റെ കയ്യിൽ ഡെവലിൻ കൊടുത്ത ആ വാച്ച് ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ആ സ്യൂട്ടിനെ കൺട്രോൾ ചെയ്യുന്നത്. അങ്ങനെ അവൻ ആ വാച്ച് കെട്ടിയതിന് ശേഷം ആ സ്യൂട്ട് എടുത്തിട്ടു. അത് ഇട്ട ഉടനെ തന്നെ അതിൽ ചില മാറ്റങ്ങളൊക്കെ വരാൻ തുടങ്ങി. അതിപ്പം അവന്റെ ശരീരത്തിന് സെറ്റായിരിക്കുകയാണ്. മാത്രമല്ല ആ സ്യൂട്ടിൽ നിന്നും ചെറിയ ചെറിയ നീഡിൽസ് അവന്റെ ശരീരത്തിലേക്ക് എന്തോ ഇഞ്ചെക്ട് ചെയ്യുന്നുണ്ട്. ആ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പം ആ സ്യൂട്ട് ഇപ്പം അവന്റേതായിട്ട് മാറി. ഇനിയിപ്പം അവനൊരു സൂപ്പർ ഹീറോ ആണ്. ആ സ്യൂട്ട് വെച്ച് അവന് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഓട്ടം, ചാട്ടം, മാർഷ്യൽ ആർട്സ്, നമ്മുടെ സ്പൈഡർമാനെ പോലെ ഭിത്തിയിലേക്ക് വലിഞ്ഞു കയറാൻ പറ്റും. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ആ സ്യൂട്ട് വെച്ച് ചെയ്യാൻ പറ്റും. ഒരു ചെറിയ ഡെമോൺസ്ട്രേഷനൊക്കെ അവനത് വെച്ച് നടത്തുന്നുണ്ട്. എന്നാൽ ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ആയതുകൊണ്ട് അതൊന്ന് പഠിച്ചെടുക്കാൻ അവൻ ശരിക്കും ബുദ്ധിമുട്ടുന്നുണ്ട്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവനൊരു കോള് വരുന്നത്. അത് ബ്ലെയിൻ ആണ്. എന്നാൽ ഇപ്പം അവന്റെ കയ്യിലിരിക്കുന്ന ഫോൺ ഡെവലിന്റെ ഫോണാണ്. അതുകൊണ്ട് തന്നെ ഡെവലിൻ ആണെന്നുള്ള രീതിയിലാണ് ബ്ലെയിൻ ഇപ്പോൾ അവനോട് സംസാരിക്കുന്നത്. അവൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ CSIയിലെ പുതിയ ഏജന്റാണ്, നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യാനാണ് എന്നോട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഈ CSIയിൽ നിന്ന് പറയുന്നത് ആ ബാനിങ്ങിന്റെ കാര്യങ്ങളിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്താനാണ്. അയാൾ പുതിയ ചില കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് എത്രയും പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. നമുക്ക് എന്തായാലും നാളെ രാത്രി മീറ്റ് ചെയ്യാം, ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് ബ്ലെയിൻ ഫോൺ കട്ട് ചെയ്യുന്നു. അങ്ങനെ പിറ്റേ ദിവസം രാത്രി അവർ തമ്മിൽ മീറ്റ് ചെയ്തു. ഈ ബ്ലെയിൻ ഇതുവരെയായിട്ടും ക്ലാർക്കിനെ കണ്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ജിമ്മിയെ കണ്ടപ്പം ഇത് ക്ലാർക്ക് ഡെവലിനാണ് എന്നാണ് അവൾ വിചാരിച്ചിരിക്കുന്നത്. ജിമ്മി ആണെങ്കിൽ അത് മാറ്റാനും പോയില്ല. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ നേരെ പോകുന്നത് അവിടെയുള്ള ഒരു ടവറിന്റെ മുകളിലേക്കാണ്. അവിടെ നിന്ന് കഴിഞ്ഞാൽ ആ ബാനിങ്ങിന്റെ ഷിപ്പ് കാണാൻ പറ്റും. ഇപ്പൊ അവരങ്ങോട്ട് കയറി ചെന്ന ഉടനെ തന്നെ ബ്ലെയിൻ ഒരു പെട്ടി എടുത്തിട്ട് ജിമ്മിക്ക് കൊടുക്കുകയാണ്. അതിനകത്തുണ്ടായിരുന്നത് ഒരു സ്നൈപ്പർ ഗണ്ണാണ്. എത്രയും പെട്ടെന്ന് അത് അറ്റാച്ച് ചെയ്യാനാണ് ബ്ലെയിൻ അവന്റെ അടുത്ത് പറയുന്നത്. എന്നാൽ ഈ ജിമ്മിക്ക് ഈ തോക്കുകളൊന്നും അറ്റാച്ച് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവന്റെ വാച്ച് എടുത്തിട്ട് ഗൺ അറ്റാച്ച് ചെയ്യുന്ന ആ ഓപ്ഷനിൽ പ്രസ് ചെയ്യാണ്. അതോടുകൂടെ സെക്കൻഡുകൾ കൊണ്ട് ആ കോട്ട് തന്നെ അവൻ ആ ഗണ്ണൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ അത് അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോൾ അവൾ അവന്റെ അടുത്ത് പറയുന്നത്, ആ ഷിപ്പിൽ ഇപ്പോൾ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. കുറെ ആൾക്കാർ ആ ബാനിങ്ങിനെ കാണാൻ വേണ്ടി ഒരു പെട്ടിയുമായിട്ടാണ് അങ്ങോട്ട് നടക്കുന്നത്. നീ ആ സ്നൈപ്പർ വെച്ച് ആ പെട്ടിയിലേക്ക് ഷൂട്ട് ചെയ്ത് അതിനകത്തൊരു ബഗ് ഫിക്സ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ അവിടെ നടക്കുന്ന സംസാരങ്ങളൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും എന്നാണ് അവൾ പറയുന്നത്. അതിനെ തുടർന്ന് ജിമ്മി ആണെങ്കിൽ ഉടനെ തന്നെ ആ ബഗ് ഷൂട്ട് ചെയ്യാണ്. അങ്ങനെ അത് ആ പെട്ടിയിൽ അറ്റാച്ചായി. എന്നാൽ ഇതൊന്നും ആ മീറ്റിങ്ങിന് വന്ന ആൾക്കാർ അറിഞ്ഞിട്ടില്ല. അങ്ങനെ അവർ ഉടനെ തന്നെ ബാനിങ്ങിന്റെ അടുത്തെത്തി. അയാളിപ്പോൾ പറയുന്നത് അയാളുടെ ആ വെള്ളത്തിന്റെ ബിസിനസിനെ കുറിച്ചാണ്. അവരാ സംസാരിക്കുന്നൊക്കെ ബ്ലെയിനിൽ അവളുടെ ഹെഡ്സെറ്റിലൂടെ കേൾക്കാനും പറ്റുന്നുണ്ട്. എന്നാൽ ഈ സമയത്താണ് ആ ബാനിങ്ങിന്റെ ചില ആൾക്കാർ ആ ടവറിന് മുകളിലേക്ക് വരുന്നത്. വന്ന ഉടനെ തന്നെ അവർ ജിമ്മിയുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. കുറെ നേരം ഈ ഫൈറ്റ് നടക്കുന്നുണ്ട്. അതിനിടയിലാണ് അവന്മാരെല്ലാവരും കൂടെ ജിമ്മി ഒരു കയറ് വെച്ച് ലോക്ക് ചെയ്യുന്നത്. എന്നാൽ ആ ഹെഡ്സെറ്റ് വെച്ചിരിക്കുന്നതുകൊണ്ട് ബ്ലെയിൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ഇപ്പൊ ജിമ്മിയെ ലോക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് അവൾ ആ ആൾക്കാർ അങ്ങോട്ട് വന്ന കാര്യം അറിയുന്നത്. അങ്ങനെ അവളും ഉടനെ തന്നെ അവന്മാരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആ ഫൈറ്റ് നടക്കുന്നതിനിടയിലാണ് ജിമ്മി ആ ബിൽഡിങ്ങിൽ നിന്ന് താഴേക്ക് വീഴുന്നത്. എന്നാൽ കുറെ താഴേക്ക് എത്തി കഴിയുമ്പോൾ ആ കോട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവൻ വീണ്ടും ആ ടവറിൽ പിടിച്ച് മുകളിലേക്ക് തന്നെ കയറാണ്. എന്നാൽ അവൻ മുകളിലേക്ക് കയറി വരുന്നത് ബ്ലെയിൻ കണ്ടിട്ടില്ല. അവൻ താഴേക്ക് വീണെന്ന് വിചാരിച്ചിട്ട് അവളും വേഗം താഴേക്ക് ഇറങ്ങാണ്.
ഇപ്പൊ ജിമ്മി മുകളിലേക്ക് എത്തിക്കഴിയുമ്പോൾ ബ്ലെയിൻ ആണെങ്കിൽ താഴെ എത്തി. ജിമ്മിയെ കാണാത്തോണ്ട് അവൾ അവളുടെ കാർ എടുത്തിട്ട് അവിടുന്ന് പോകാൻ തുടങ്ങി. എന്നാൽ ഈ സമയത്താണ് ജിമ്മി താഴേക്ക് ഇറങ്ങുന്നത്. എന്നാൽ അപ്പോഴേക്കും അവൾ കാറുമായിട്ട് കുറെ ദൂരത്തെത്തി. എന്നാൽ ആ സ്യൂട്ടിന് സൂപ്പർ പവർ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് അവൻ സൂപ്പർ സ്പീഡിൽ ആ കാറിന്റെ പുറകെ ഓടുകയാണ്. അങ്ങനെ കുറെ ഓടി ആ കാറിന്റെ തൊട്ടടുത്തെത്തുമ്പോൾ അവൻ അതിനകത്തേക്ക് ജമ്പ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഒരു സ്ഥലത്തെത്തുമ്പോൾ അവർ വണ്ടി നിർത്തി. ബ്ലെയിന്റെ ആദ്യത്തെ മിഷൻ ആണല്ലോ അത് ഫെയിൽ ആയതുകൊണ്ട് അവൾക്ക് നല്ല രീതിയിൽ നിരാശയുണ്ട്. ഇതിനൊക്കെ കാരണം നീയാണ് എന്ന് പറഞ്ഞിട്ട് അവള് ജിമ്മി എങ്ങനെ പഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ അവനും സങ്കടമായി. അവനിങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്ന കാണുമ്പോൾ സാരില്ല, ഞാൻ എന്റെ ദേഷ്യം കൊണ്ട് പറഞ്ഞാണെന്ന് പറഞ്ഞിട്ട് അവൾ അവന്റെ തോളിലൊന്ന് കൈവച്ചു. എന്നാൽ ആ കോട്ടിനൊരു പ്രശ്നമുണ്ട്. അതിന്റെ തോളത്താരെയും കൈവയ്ക്കുകയാണെങ്കിൽ ഉടനെ തന്നെ ആ കോട്ട് ഇടിക്കും. ഇപ്പൊ അവൾ അവന്റെ ദേഹത്ത് കൈവച്ചപ്പം ഒറ്റയിടിക്ക് തന്നെ ആ കോട്ട് അവളെ മറിച്ചിടാണ്. നല്ല ഇടി കിട്ടിയോണ്ട് അവൾക്ക് ശരിക്കും വേദനയുണ്ട്. നമുക്ക് പിന്നീട് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവൾ വേഗം തന്നെ ആ വണ്ടി എടുത്തുകൊണ്ട് അവിടുന്ന് പോവാണ്. അങ്ങനെ പിറ്റേ ദിവസമായി ജിമ്മി ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. ഡെവിലിന്റെ റൂമിലാണ് അവൻ നിൽക്കുന്നത്. ഈ സമയത്താണ് ബ്ലെയിൻ അവനെ വിളിക്കുന്നത്. ഇന്ന് രാത്രി ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്, നമുക്ക് ഉറപ്പായിട്ട് ആ ഫംഗ്ഷന് പോകണം എന്നാണ് അവള് പറയുന്നത്. അത് കേൾക്കുമ്പോൾ ഓ അങ്ങനെയാണെങ്കിൽ അവിടെ വെച്ചിട്ട് നമുക്ക് ആ വാൾട്ടർ സ്ട്രൈഡറിനെയും കണ്ടെത്താൻ പറ്റും എന്നാണ് അവൻ പറയുന്നത്. എന്നാൽ ഈ വാൾട്ടർ സ്ട്രൈഡർ ആരാണെന്നൊന്നും ബ്ലെയിൻ അറിയത്തില്ല. ഇപ്പൊ അവനിങ്ങനെ വാൾട്ടർ സ്ട്രൈഡർ എന്ന് പറയുമ്പോൾ ക്ലാർക്കും അത് കേൾക്കുന്നുണ്ട്. പക്ഷെ അയാൾക്ക് എഴുന്നേറ്റിട്ട് കാര്യം പറയാനൊന്നും പറ്റുന്നില്ല. അയാളിപ്പോൾ അത് തിരുത്താൻ ശ്രമിക്കുകയാണ്. വാൾട്ടർ അല്ല വാട്ടർ സ്ട്രൈഡർ ആണ് എന്നാണ് അയാളെ കൊണ്ടാവുന്ന രീതിയിൽ പറയാൻ നോക്കുന്നത്. എന്നാൽ ജിമ്മിക്ക് അതൊന്നും മനസ്സിലാവുന്നില്ല. ഈ സമയം അയാൾ അവിടെ ഒരു ഗ്ലാസ്സിൽ വെച്ചിരിക്കുന്ന വെള്ളം തട്ടി കാണിച്ചു കൊടുക്കുകയും ചെയ്തു, വാട്ടർ സ്ട്രൈഡർ ആണെന്ന് പറഞ്ഞിട്ട്. എന്നിട്ടും ജിമ്മിക്ക് കാര്യം മനസ്സിലായിട്ടില്ല. അങ്ങനെ രാത്രിയായപ്പം ജിമ്മിയും ബ്ലെയിനും ആ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് എത്തി. ഇപ്പൊ അവരങ്ങോട്ട് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബാനിങ്ങും അവന്റെ ഗേൾ ഫ്രണ്ടും ആ ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നുണ്ട്. അവിടേക്ക് ചെന്നിട്ട് ജിമ്മി എങ്ങനെങ്കിലും ബാനിങ്ങിന്റെ ഗേൾ ഫ്രണ്ടിനെ വളച്ചെടുക്കണം. ആ സമയത്ത് ബ്ലെയിൻ ബാനിങ്ങിന്റെ അടുത്തേക്ക് പോകും. എന്നിട്ട് അവനുമായിട്ട് സംസാരിച്ച് അവന്റെ പ്ലാനിനെ കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാൻ പറ്റുമോ നോക്കാനാണ് അവരിപ്പം ആ ഫംഗ്ഷന് ചെന്നിരിക്കുന്നത്. എന്നാൽ അവരുടെ കയ്യിൽ ടിക്കറ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ അവിടെ നിൽക്കുന്ന ആൾക്കാരൊന്നും അവരകത്തേക്ക് കയറ്റിവിടുന്നുമില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോഴാണ് അവിടുത്തെ റൂമിനകത്ത് ജിമ്മി ഒരു ഫേമസ് സിംഗറെ കാണുന്നത്. ഇയാളുടെ പേര് ജെയിംസ് ബ്രൗൺ എന്നാണ്. ഇന്ന് ആ ഫംഗ്ഷനിൽ പാട്ട് പാടാൻ പോകുന്നത് ഈ ജെയിംസ് ആണ്. അയാളെ കണ്ട ഉടനെ തന്നെ ജിമ്മി ബ്ലെയിനെയും കൊണ്ട് അയാളുടെ റൂമിലേക്ക് ചെന്നു. അതിനുശേഷം ജിമ്മി അയാളുടെ അടുത്ത് പറയുന്നത്, ഞാൻ നിങ്ങളുടെ ഭയങ്കര ഒരു ഫാനാണ്. ഇപ്പോഴാണ് ഇന്നത്തെ നിങ്ങളുടെ ഒരു പ്രോഗ്രാം ഇവിടെ നടക്കുന്നുണ്ട് എന്ന കാര്യം ഞങ്ങൾ അറിഞ്ഞത്. പക്ഷെ ഞങ്ങളുടെ കയ്യിൽ ടിക്കറ്റ് ഇല്ല. ഇനിയിപ്പോൾ നിങ്ങളുടെ ഇന്നത്തെ പെർഫോമൻസ് കാണാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ജിമ്മി ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ അതിനെന്താ, ഫ്രണ്ട് റോയിൽ തന്നെ നിങ്ങൾക്കുള്ള ടിക്കറ്റ് ഞാൻ അറേഞ്ച് ചെയ്ത് തരാം എന്നാണ് ജെയിംസ് പറയുന്നത്. അത് കേൾക്കുമ്പോൾ ജിമ്മിക്കും ബ്ലെയിനും സന്തോഷമായി. അങ്ങനെ അവരവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോഴാണ് എൻജോയ് ദ പാർട്ടി എന്നും പറഞ്ഞിട്ട് ജെയിംസ് അവന്റെ തോളിലൊന്ന് കൈവയ്ക്കുന്നത്. അതോടുകൂടെ ആ കോട്ടാണെങ്കിൽ ജെയിംസിന് ഇടിച്ച് താഴേക്കിടുകയും ചെയ്തു. ഒറ്റയിടിയിൽ തന്നെ അയാളുടെ ബോധം പോയി. ഇപ്പൊ അയാളെ ബോധം കെട്ട് കിടക്കുന്നതുകൊണ്ട് അവിടെ പാട്ട് പാടാൻ ആരുമില്ല. അതിനി മൊത്തത്തിൽ പ്രശ്നമാവും. അതുകൊണ്ട് തന്നെ ജിമ്മി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആ കോട്ടിലെ ചില ഓപ്ഷൻസ് ഒക്കെ ഓൺ ആക്കിയിട്ട് അവൻ തന്നെ അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാർക്ക് മുമ്പിൽ ഒരു പെർഫോമൻസ് നടത്തുകയാണ്. നല്ല കിടിലനൊരു പെർഫോമൻസ് ആയിരുന്നു അത്. അങ്ങനെ അവിടെ ഡാൻസ് കളിക്കുന്നതിനിടയിൽ ജിമ്മി നേരെ ആ ബാനിങ്ങിന്റെ അടുത്തേക്കും പോകുന്നുണ്ട്. അവന്റെ ആ ഡാൻസ് ഒക്കെ കാണുമ്പോൾ ബാനിങ്ങിന്റെ ഗേൾ ഫ്രണ്ടായ ഷെറിലിനും അവനെ ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ ആ പാട്ടും ഡാൻസും ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവരുടെ പ്ലാൻ പോലെ തന്നെ ജിമ്മിയും ബ്ലെയിനും ബാനിങ്ങിന്റെ അടുത്തെത്തി. ജിമ്മി അങ്ങോട്ട് വന്നതും ഷെറിൽ അവന് ഷേക്ക് ഹാൻഡ് കൊടുത്തു. എന്നിട്ട് അവള് ചോദിക്കുന്നത് നമുക്ക് ഒരുമിച്ച് ഡാൻസ് ചെയ്താലോ എന്നാണ്. ജിമ്മി ആണെങ്കിൽ അത് സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ ഇതെല്ലാം ആ ബാനിങ്ങും ശ്രദ്ധിക്കുന്നുണ്ട്. അയാൾക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അയാൾ ഉടനെ തന്നെ ഒരു സിഗരറ്റ് എടുത്തിട്ട് ചുണ്ടിൽ വെച്ചു. എന്നാൽ ഈ ടെക്സിഡോ എന്ന് പറയുന്ന കോട്ടിന് മറ്റൊരു പ്രശ്നം കൂടെയുണ്ട്. അതിന്റെ മുന്നിൽ നിന്ന് ആരെങ്കിലും ഒരു സിഗരറ്റ് എടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ അത് ലൈറ്റർ ഓൺ ആക്കി കൊടുക്കും. ഇപ്പൊ ബാനിങ് സിഗരറ്റ് എടുത്തപ്പം ആ കോട്ട് ഉടനെ തന്നെ ഒരു ലൈറ്റർ കത്തിക്കുകയും ചെയ്തു. അങ്ങനെ ആ സിഗരറ്റ് കത്തിച്ചു കൊടുത്തതിന് ശേഷമാണ് ജിമ്മി ഷെറിലിനെയും കൂട്ടി ഡാൻസ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ അവരവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പം ബ്ലെയിൻ ബാനിങ്ങിന്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് ഓരോന്നൊക്കെ കാണിച്ചിട്ട് അവനെ വശീകരിക്കാൻ തുടങ്ങി. എന്നാൽ ഈ സമയത്താണ് ബാനിങ്ങിന്റെ ഒരു അസിസ്റ്റന്റ് അങ്ങോട്ട് വരുന്നത്. അയാളിപ്പോ ബാനിങ്ങിന്റെ അടുത്ത് ഒരു പ്രത്യേക കാര്യം പറയാണ്. നിന്റെ മുന്നിലിരിക്കുന്ന ആ ലേഡി ഉണ്ടല്ലോ, അവള് CSIയുടെ ഏജന്റ് ആണ്. അവൾ എന്തോ ഒരു പ്ലാനുമായിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടൊക്കെ അവളോട് സംസാരിച്ചാൽ മതി എന്നാണ് അയാൾ പറയുന്നത്. അയാളത് പറഞ്ഞു തീരുമ്പോഴേക്കും ഡാൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ജിമ്മിയും ഷെറിലും അങ്ങോട്ടെത്തി. ഈ സമയം എനിക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകാനുണ്ടെന്ന് പറഞ്ഞിട്ട് ബാനിങ് അവിടെ നിന്ന് എഴുന്നേറ്റു. അപ്പൊ ഈ ഒരു പരിപാടിയും പാളിയതുകൊണ്ട് ബ്ലെയിൻ ആണെങ്കിൽ ശരിക്കും നിരാശയിലിരിക്കുകയാണ്. ഈ സമയം ഷെറിൽ ജിമ്മിയുടെ അടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നല്ല രീതിയിൽ ക്ഷീണിച്ചു, ഞാനൊന്ന് കുളിക്കാൻ പോവാണ്, നിനക്ക് എന്റെ റൂമിലേക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് റൂം നമ്പറും പറഞ്ഞു കൊടുത്ത് ഷെറിൽ അവിടുന്ന് പോവാണ്. അങ്ങനെ അവൾ പോയി കഴിഞ്ഞപ്പോഴാണ് ബ്ലെയിൻ ശരിക്കും നിരാശയിലിരിക്കുന്ന ജിമ്മി ശ്രദ്ധിക്കുന്നത്. അത് കണ്ട ഉടനെ തന്നെ അവൻ ചോദിക്കുന്നത്, എന്തു പറ്റി നിനക്ക്, ഇന്നത്തെ പരിപാടി ഫെയിലായോ, അവന്റെ വായിൽ നിന്നും നിനക്കൊന്നും കിട്ടിയില്ലേ, എങ്കിൽ നീ ടെൻഷൻ അടിക്കണ്ട, ആ ഷെറിൽ ഇപ്പൊ എന്റെ കയ്യിലാണ്, ഞാൻ അവളുടെ അടുത്ത് ചെന്നിട്ട് ഈ ബാനിങ്ങിനെ കുറിച്ചിട്ട് എന്തെങ്കിലും കാര്യം അറിയാൻ പറ്റുമോ നോക്കട്ടെ എന്നാണ് അവൻ പറയുന്നത്. അത് കേൾക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ നീ വേഗം ചെല്ല്, ഞാൻ ഇവിടുത്തെ പൂൾ സൈഡിലുണ്ടാവും, നിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ബ്ലെയിൻ വേഗം അവിടുത്തെ പൂളിന്റെ അടുത്തേക്ക് പോവാണ്.
അങ്ങനെ ജിമ്മി ഷെറിലിന്റെ റൂമിലെത്തി. എന്നാൽ അവൻ വിചാരിച്ച പോലെ ആയിരുന്നില്ല കാര്യങ്ങൾ. അവൾക്ക് ബാനിങ്ങിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല. മാത്രമല്ല അവൾക്കിപ്പോ ജിമ്മിയെ ഭയങ്കര ഇഷ്ടമാണല്ലോ. ഇപ്പൊ അവൾ അവനെ റേപ്പ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ജിമ്മി ആണെങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനും. എന്നാൽ അവന്റെ കോട്ടിന്റെ പോക്കറ്റിൽ വെച്ചിരിക്കുന്ന പൂവിനകത്ത് ബ്ലെയിൻ ഒരു ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഇപ്പൊ അവളുടെ കയ്യിലുള്ള ഒരു കണ്ണാടി വഴി ആ പൂൾ സൈഡിൽ ഇരുന്നിട്ട് ആ റൂമിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് വേറൊരുത്തം വന്നിട്ട് ബ്ലെയിനെ പിടിക്കുന്നത്. അങ്ങനെ അവര് തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ആ ഫൈറ്റിനിടയിൽ അവരാണെങ്കിൽ അവിടുത്തെ പൂളിനകത്തേക്ക് വീഴുകയും ചെയ്തു. ഈ സമയത്താണ് ജിമ്മി ഇരിക്കുന്ന സ്ഥലത്തേക്ക് വേറെ 2 ആൾക്കാർ വരുന്നത്. അങ്ങനെ അവർ വന്ന ഉടനെ തന്നെ ജിമ്മിയുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. എന്നാൽ ഇപ്പം അവൻ ആ സ്യൂട്ടൊന്നും ഇട്ടിട്ടില്ല. അതെല്ലാം അവൾ ഊരി മാറ്റി. അതുകൊണ്ട് തന്നെ അവനിപ്പോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ആ ഫൈറ്റ് നടക്കുന്നതിനിടയിൽ അവൻ ആ കോട്ടിന്റെ പാന്റ് എടുത്തിട്ടു. ആ പാന്റ് ഇട്ടതും ആ കോട്ടിന്റെ കാലുകൾ വർക്ക് ചെയ്യാൻ തുടങ്ങി. അവനിപ്പോ ആ കാലുകൾ വെച്ചിട്ട് അവന്മാരിടിച്ച് തെറിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം പൂളിൽ വീണവനാണെങ്കിൽ ബ്ലെയിൻ ആ വെള്ളത്തിലേക്ക് പിടിച്ച് താത്താൻ തുടങ്ങി. എന്തൊക്കെ കാണിച്ചിട്ടും അവൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. ഈ സമയത്താണ് ഈ കാര്യം ജിമ്മിയും കാണുന്നത്. അവനിപ്പോ ആ കോട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അവളിങ്ങനെ വെള്ളത്തിൽ പിടിച്ച് താത്തുന്നത് കാണുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് അവനൊരു ഐഡിയയും കിട്ടുന്നില്ല. പെട്ടെന്നാണ് ഒരുത്തം വന്നിട്ട് ജിമ്മിയെ പിടിക്കുന്നത്. എന്നാൽ അവൻ ജിമ്മിയെ പിടിച്ചതും ആ കോട്ട അയാളെ പിടിച്ച് ആ പൂളിലേക്ക് എറിഞ്ഞു. അങ്ങനെ അയാൾ നേരെ വന്ന് വീഴുന്നത് ബ്ലെയിനെ പിടിച്ച ആളുടെ തലയിലേക്കാണ്. അതോടുകൂടി അയാളുടെ പണി തീർന്നു. ഈ ഒരു അവസരത്തിൽ ബ്ലെയിൻ ആണെങ്കിൽ ആ പൂളിൽ നിന്ന് കയറുകയും ചെയ്തു. അങ്ങനെ ഉടനെ തന്നെ അവളെ ജിമ്മി നിൽക്കുന്ന റൂമിലേക്ക് എത്തി. അവളെ കണ്ടതും ജിമ്മി വേഗം അവളെയും കൂട്ടി ആ ഹോട്ടലിൽ നിന്ന് വെളിയിലേക്ക് ഓടുകയാണ്. അങ്ങനെ അവർ മറ്റൊരു സ്ഥലത്ത് ചെന്നിട്ട് അവരുടെ കാലിലും തലയിലൊക്കെ പറ്റിയ മുറിവിലൊക്കെ മരുന്ന് വെക്കാൻ തുടങ്ങി. ഇനിയിപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. ഈ സമയത്താണ് ബ്ലെയിൻ ജിമ്മിയുടെ അടുത്തൊരു കാര്യം പറയുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ മുമ്പിൽ ആകെ ഒരൊറ്റ വഴിയേ ഉള്ളൂ. അത് ആ ബാനിങ്ങിന്റെ ലാബാണ്. അത് എവിടെയാണുള്ളതെന്നുള്ള കാര്യം എനിക്കറിയാം. നമുക്ക് എങ്ങനെയെങ്കിലും ആ ലാബിന്റെ അകത്തേക്ക് കയറി പറ്റണം. എന്നിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അവൾ ജിമ്മിയെ കൊണ്ട് വേഗം വെളിയിലേക്ക് ഇറങ്ങി. ഇതേ സമയം തന്നെ ആ CSIയുടെ ഓഫീസിൽ ഒരു ലേഡി ഇപ്പം ജിമ്മിയുടെ ആ വീഡിയോ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോ എന്ന് പറയുന്നത് ജിമ്മി ആ ഷെറിലും തമ്മിൽ ആ റൂമിൽ ഉണ്ടായിരുന്നപ്പോൾ ഉള്ളതാണ്. അത് ചെക്ക് ചെയ്യുമ്പോഴാണ് അവൾ ജിമ്മിയെ കാണുന്നത്. അതിൽ നിന്നും അത് യഥാർത്ഥ ക്ലാർക്ക് അല്ല എന്ന കാര്യം അവൾക്ക് മനസ്സിലായി. അത് മനസ്സിലായ ഉടനെ തന്നെ അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. ഈ സമയമാകുമ്പോഴേക്കും ജിമ്മിയും ബ്ലെയിനും ബാനിങ്ങിന്റെ വീട്ടിലേക്ക് എത്തി. അവന്റെ കോട്ട് ഉപയോഗിച്ച് നൈസായിട്ട് അവിടെ നിൽക്കുന്ന ആളുടെ ഒരു ഐഡി അടിച്ചു മാറ്റി. എന്നിട്ട് അത് സ്കാൻ ചെയ്തിട്ടാണ് അവർ ആ ബിൽഡിങ്ങിന്റെ അകത്തേക്ക് പ്രവേശിക്കുന്നത്. അങ്ങനെ അവർ ആ ബിൽഡിങ്ങിന്റെ അകത്തേക്ക് എത്തി. ഈ സമയം ഒരു ഗംഭീര പാർട്ടി അവിടെ നടക്കുകയാണ്. ഒരുപാട് ആൾക്കാർ അവിടെ കൂടിയിട്ടുണ്ട്. അവരൊന്നും അറിയാതെ ബ്ലെയിനും ജിമ്മിയും ഇപ്പൊ ആ ലാബും അന്വേഷിച്ച് നടക്കുകയാണ്. പക്ഷെ എവിടെയാണ് അത് ഇരിക്കുന്നത് എന്ന കാര്യം അവർക്ക് അറിയത്തില്ല. അങ്ങനെ അന്വേഷിച്ച് അവരൊരു പൂളിന്റെ അടുത്തെത്തി. അവിടെ ചെക്ക് ചെയ്യുമ്പോഴാണ് ആ പൂളിന്റെ അടിയിലേക്ക് ഒരു വഴി അവർ കാണുന്നത്. അതിന്റെ അടിയിലാണ് ആ ലാബ് ഉള്ളത് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അങ്ങനെ അവർ ഉടനെ തന്നെ ആ ലാബിലേക്ക് ഇറങ്ങുകയാണ്. എന്നിട്ട് അവിടെ ചെന്ന് അവിടുത്തെ കാര്യങ്ങൾ മൊത്തം വിശദമായിട്ട് പരിശോധിക്കാൻ തുടങ്ങി. അങ്ങനെ ആ പരിശോധനയിൽ ആ വെള്ളത്തിൽ ആ ബാക്ടീരിയ കലർത്തുന്ന പരിപാടിയാണ് അവിടെ നടക്കുന്നത് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. എന്നാൽ ബ്ലെയിൻ ഇപ്പൊ ചിന്തിക്കുന്നത് എങ്ങനെയാണ് ആ ബാക്ടീരിയ അവർ ആ വെള്ളത്തിലേക്ക് ആക്കുന്നതെന്നാണ്. കാരണം ഏത് റിസർവോയറിൽ കൊണ്ടുപോയിട്ട് ആ ബാക്ടീരിയ ഇട്ടാലും അത് വെള്ളത്തിന്റെ സർഫസിലേക്ക് ആവുമ്പോൾ തന്നെ അവിടുത്തെ അലാറം അടിക്കും. എങ്ങനെയാണ് അലാറം അടിപ്പിക്കാതെ അവർ ബാക്ടീരിയ കലർത്തുന്നത് എന്നാണ് ബ്ലെയിൻ ഇപ്പൊ ചെക്ക് ചെയ്യുന്നത്. അങ്ങനെ ആ പരിശോധനയ്ക്കിടയിലാണ് 2 ആൾക്കാർ അങ്ങോട്ട് കയറി വരുന്നത്. അത് മനസ്സിലായ ഉടനെ തന്നെ ജിമ്മി അവളെ പിടിച്ചൊരു സൈഡിലേക്ക് മാറി. അവനിപ്പം ആ കോട്ട് വെച്ചിട്ട് അദൃശ്യനായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവന്മാരങ്ങോട്ട് വന്നപ്പം ജിമ്മിയും ബ്ലെയിനെയും കണ്ടിട്ടില്ല. അങ്ങനെ അവരവിടെ നിന്ന് പോയി കഴിഞ്ഞ ഉടനെ തന്നെ ജിമ്മിയും ബ്ലെയിനും വേഗം പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലാണ്. എന്നിട്ട് നൈസായിട്ട് അവിടെ നിന്നിട്ട് ഡാൻസ് കളിക്കാൻ തുടങ്ങി. ഈ സമയത്താണ് ബ്ലെയിന് ഒരു കോള് വരുന്നത്. അത് ആ CSIയിൽ ഉണ്ടായിരുന്ന ലേഡിയാണ്. നിന്റെ കൂടെ നിൽക്കുന്നത് ക്ലാർക്കല്ല, അത് ജിമ്മി എന്ന പേരിലൊരു ഡ്രൈവറാണ് എന്നാണ് അവൾ വിളിച്ചു പറയുന്നത്. അതിനെ തുടർന്ന് ബ്ലെയിൻ ജിമ്മിയും കൂട്ടി നേരെ അവിടുത്തെ ഒരു ബാത്റൂമിലേക്ക് ചെന്നു. എന്നിട്ട് ഒരു തോക്കെടുത്തിട്ട് അവന് നേരെ ചൂണ്ടാണ്. അപ്പൊ നീ ക്ലാർക്ക് അല്ലല്ലേ? എനിക്ക് ആദ്യം മുതലേ നിന്നൊരു സംശയം ഉണ്ടായിരുന്നു. നീ ഇട്ടിരിക്കുന്ന ഈ ടെക്സിഡോ ഉണ്ടല്ലോ, അത് നിന്റേതല്ല. മര്യാദയ്ക്ക് അത് ഊരിത്തരുന്നതായിരിക്കും നിനക്ക് നല്ലത് എന്നാണ് അവള് പറയുന്നത്. അതിനെ തുടർന്ന് ജിമ്മി ആ കോട്ട് ഊരി അവൾക്ക് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ആ കോട്ട് കിട്ടിയ ഉടനെ തന്നെ ബ്ലെയിൻ ആ കോട്ടുമായിട്ട് വെളിയിലേക്ക് ഇറങ്ങാണ്. ഈ സമയത്താണ് ബാനിങ്ങിന് ഒരാൾ വന്നിട്ട് അവളെ പിടിക്കുന്നത്. എന്നിട്ട് അയാൾ അവളെയും കൂട്ടി നേരെ ബാനിങ്ങിന്റെ അടുത്തേക്ക് പോകുന്നു. അവളെ കണ്ട ഉടനെ തന്നെ ബാനിങ് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ നീയാണല്ലേ ലാബിലേക്ക് കയറിയത്? നിനക്ക് ഈ വെള്ളത്തിന്റെ കാര്യത്തിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണല്ലോ എന്നാണ് അവൻ ചോദിക്കുന്നത്. എന്നാൽ അവനത് ചോദിച്ച് തീരുമ്പോൾ തന്നെ ബ്ലെയിൻ അവളുടെ പ്ലേറ്റ് മാറ്റി. അവള് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നതല്ല, ഞാൻ നിങ്ങളുടെ കൂടെ കൂടാൻ വന്നതാണ്. അതിന്റെ ഒരു സമ്മാനമായിട്ട് ഈ കോട്ട് നിങ്ങൾക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൾ ആ കോട്ട് എടുത്തിട്ട് ബാനിങ്ങിന് കൊടുക്കുന്നു. മാത്രമല്ല ആ കോട്ട് അയാൾ വാങ്ങിക്കഴിഞ്ഞ ഉടനെ അവൾ അവളുടെ കഴുത്തിൽ കിടക്കുന്ന മാലയുടെ ഒരു ബട്ടണിൽ ഞെക്കി. അതൊരു GPS ആയിരുന്നു. അത് ഓണായ ഉടനെ തന്നെ CSIയുടെ ഓഫീസിലുള്ള ആൾക്കാർക്ക് അവളിപ്പോ എവിടെയാണ് നിൽക്കുന്നത് എന്ന കാര്യം മനസ്സിലായി. ഇതേസമയം തന്നെ ജിമ്മി ആണെങ്കിൽ ഡെവിലിന്റെ വീട്ടിലേക്കാണ് പോയിരിക്കുന്നത്. അവനിപ്പം ഡെവിലിന് വേണ്ടിയിട്ട് ഒരു ലെറ്റർ എഴുതി വെക്കുകയാണ്. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം സാർ, നിങ്ങൾ പറഞ്ഞതുപോലെ ആ വാൾട്ടർ സ്ട്രൈഡറിനെ കണ്ടുപിടിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. മാത്രമല്ല ആ ടെക്സിഡോയും എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. പക്ഷെ അത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടിക്കോളും. ഇനി എനിക്ക് എന്തായാലും ഈ ജോലിയിൽ തുടരാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ എന്റെ പഴയ ജോലിക്ക് തന്നെ പോവാണ് എന്നൊക്കെയാണ് അവൻ ആ ലെറ്ററിൽ എഴുതി വെക്കുന്നത്. എന്നാൽ അതൊക്കെ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവന്റെ കൈ തട്ടി അവിടെയുള്ള ഒരു കുപ്പി മാറിയുന്നത്. അതിലെ വെള്ളമൊക്കെ അവിടെ വെച്ചിരിക്കുന്ന ഒരു ഫോട്ടോയിലേക്കാണ് വീഴുന്നത്. ഈ സമയത്താണ് അവൻ ആ ഫോട്ടോ ശ്രദ്ധിക്കുന്നത്. ആ ഫോട്ടോയിൽ ഉണ്ടായിരുന്നത് ഡെവിലിൻ നേരത്തെ ആ പേപ്പറിൽ വരച്ച ആ പ്രാണിയായിരുന്നു.
ഇതിന്റെ പേരാണ് വാട്ടർ സ്ട്രൈഡർ. ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജീവിക്ക് വെള്ളത്തിന്റെ മുകളിലൂടെ നടക്കാൻ പറ്റും. അതെല്ലാം കാണുമ്പോൾ അപ്പോൾ ഡെവിലിൻ ഉദ്ദേശിച്ചത് വാട്ടർ സ്ട്രൈഡർ തന്നെയാണ് എന്ന കാര്യം അവന് മനസ്സിലായി. ഇതേ സമയം തന്നെ ബാനിങ് ആണെങ്കിൽ ബ്ലെയിനെയും കൊണ്ട് അവന്റെ ലാബിലേക്കാണ് പോയിരിക്കുന്നത്. അയാളിപ്പം ആ വാട്ടർ സ്ട്രൈഡറിനെ കുറിച്ച് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തോണ്ടിരിക്കുകയാണ്. അതായത് കുറേയേറെ വാട്ടർ സ്ട്രൈഡറിനെ അവർ ആ ലാബിൽ ഉണ്ടാക്കുന്നുണ്ട്. അവറ്റകളൊക്കെ പൂർണ്ണ വളർച്ചയിൽ എത്തിക്കഴിഞ്ഞാൽ ആ ബാക്ടീരിയയെ ആ പ്രാണികളുടെ ദേഹത്തേക്കാക്കും. എന്നിട്ട് അവറ്റകളെ അവിടെയുള്ള മുഴുവൻ റിസർവോയറിലേക്കും പറഞ്ഞു വിടും. അങ്ങനെ ആ പ്രാണികളൊക്കെ നേരെ ആ റിസർവോയറിലുള്ള വെള്ളത്തിന് മുകളിലേക്ക് ചെന്നിരിക്കും. അതോടുകൂടെ ആ ബാക്ടീരിയ ഒക്കെ അതിലേക്ക് സ്പ്രെഡ് ആവുകയും ചെയ്യും. ഒരു അലാറത്തിനും അത് ഡിക്റ്റേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ബാനിങ് ഇപ്പൊ അവളുടെ അടുത്ത് പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ അവൾക്കൊരു ഞെട്ടലാണെങ്കിലും അവളിപ്പോൾ അയാളുടെ മുമ്പിൽ സന്തോഷം അഭിനയിക്കുകയാണ്. മാത്രമല്ല അവളിപ്പം ആ ടെക്സിഡോനെ കുറിച്ചിട്ട് അയാളുടെ അടുത്ത് പറയാൻ തുടങ്ങി. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇതൊരു സാധാരണ കോട്ടല്ല. ഈ ലോകത്തിലെ ഏറ്റവും മികച്ചൊരു കണ്ടുപിടുത്തമാണിത്. ഈ കോട്ട് നിങ്ങൾ ധരിച്ചു കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സൂപ്പർ ഹീറോ ആവാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അത് അയക്കു കൊടുക്കുകയാണ്. ഇതേ സമയം തന്നെ ജിമ്മി ആണെങ്കിൽ ക്ലാർക്കിന്റെ വീട്ടിൽ നിന്ന് പോകാൻ വേണ്ടി അവന്റെ സാധനങ്ങളൊക്കെ എടുക്കാൻ തുടങ്ങി. ഈ സമയത്താണ് അവൻ മറ്റൊരു കോട്ട് കാണുന്നത്. അത് നേരത്തെ തന്നെ ഡെവിലിൻ അവന് വേണ്ടി ഉണ്ടാക്കിയ ടെക്സിഡോ ആയിരുന്നു. അത് കണ്ട ഉടനെ തന്നെ അവൻ ആ ടെക്സിഡോ എടുത്തിട്ടാണ്. എന്നിട്ട് പെട്ടെന്ന് അവൻ ബാനിങ്ങിന്റെ വീട്ടിലേക്ക് എത്തി. ഈ സമയത്താണ് ബാനിങ്ങിന്റെ ആൾക്കാരൊക്കെ വന്നിട്ട് അവനെ പിടിക്കുന്നത്. ഇതേ സമയം തന്നെ ബാനിങ് ആണെങ്കിൽ ആ കോട്ടൊക്കെ എടുത്തിട്ടു. അതിട്ടതോടുകൂടെ അയാൾക്ക് ആ സൂപ്പർ പവർ ഒക്കെ കിട്ടുകയും ചെയ്തു. അയാളിപ്പം ആ കോട്ടിന്റെ കഴിവുകളൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പെട്ടെന്നാണ് അവിടെ ഒരു അലാറം അടിക്കുന്നത്. അത് കാണുമ്പോൾ ബാനിങ്ങിനൊരു ഞെട്ടലാണ് ഉണ്ടാവുന്നത്. എന്നാൽ ബ്ലെയിനാണെങ്കിൽ സന്തോഷവും. അവളിപ്പോൾ അയാളുടെ അടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ കരുതിയത് ഞാൻ നിന്റെ കൂടെ ചേർന്നതാണെന്നാണല്ലേ? എങ്കിൽ നിനക്ക് തെറ്റി. ആ അലാറം അടിക്കുന്നത് മറ്റൊന്നുമല്ല, CSAയുടെ ഏജന്റാണ്. ഞാനാണ് അവരെ വിവരം അറിയിച്ചത്. ഇതോടുകൂടെ നിന്റെ മൊത്തം പരിപാടികൾ ഞങ്ങൾ പൂട്ടിക്കെട്ടാൻ പോവാണ് എന്നാണ് അവൾ വളരെ സന്തോഷത്തോടെ പറയുന്നത്. എന്നാൽ അവൾ വിചാരിച്ച പോലെ ആയിരുന്നില്ല. അത് ബാനിങ്ങിന്റെ ആൾക്കാർ തന്നെയായിരുന്നു. അവരിപ്പോ ജിമ്മി അങ്ങോട്ട് പിടിച്ചോണ്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ അവിടേക്ക് എത്തിയ ഉടനെ തന്നെ അവർ ജിമ്മിയെ താഴേക്കിടുകയും ചെയ്തു. അതൊക്കെ കണ്ട് അവളാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ നിൽക്കുകയാണ്. ഈ സമയം ബാനിങ്ങിന്റെ നിർദ്ദേശപ്രകാരം ആ ഡോക്ടർ സിംസ് ഇപ്പം ആ വാട്ടർ സ്ട്രൈഡറിനെ അവിടുന്ന് തുറന്നുവിടാനുള്ള പരിപാടിയൊക്കെ തുടങ്ങി. അയാൾ അതൊക്കെ ഓണാക്കി കഴിയുമ്പോൾ ആ പ്രാണികളുള്ള മുട്ടൊക്കെ വിരിഞ്ഞ് ആ പ്രാണികൾ ഇങ്ങനെ ഓരോന്നായിട്ട് പുറത്തേക്ക് വരികയാണ്. ഈ സമയം ബാനിങ് ആണെങ്കിൽ നേരെ വരുന്ന ജിമ്മിയുടെ അടുത്തേക്കാണ്. അയാൾ വിചാരിച്ചിരിക്കുന്നതും ഈ ജിമ്മി ക്ലാർക്ക് ആണെന്നാണ്. അതുകൊണ്ട് തന്നെ ബാനിങ് ജിമ്മിയെ പിടിച്ചിടിക്കാൻ തുടങ്ങി. എന്നാൽ പെട്ടെന്നാണ് ജിമ്മി ചാടി എഴുന്നേക്കുന്നത്. അങ്ങനെ ജിമ്മിയും ബാനിങ്ങും തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. രണ്ടുപേരും ഇപ്പൊ ആ ടെക്സിഡോ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ രണ്ടുപേരും പവർഫുള്ളും ആണ്. അങ്ങനെ അവർ തമ്മിലുള്ള ആ ഫൈറ്റ് നടക്കുന്നതിനിടയിലാണ് ബ്ലെയിൻ നേരെ അവിടെ വെച്ചിരിക്കുന്ന കമ്പ്യൂട്ടറിന്റെ അടുത്തേക്ക് ചെല്ലുന്നത്. എന്നിട്ട് അവിടെ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് ആ കമ്പ്യൂട്ടറിന്റെ മുകളിലേക്ക് ഒഴിക്കുകയാണ്. അതോടുകൂടെ ആ കമ്പ്യൂട്ടറിന്റെ സാധനങ്ങളൊക്കെ അടിച്ചു പോവുകയും ചെയ്തു. ഇനിയിപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അവർക്ക് ആ വാട്ടർ സ്ട്രൈഡേഴ്സിനെ അവിടുത്തെ ഹാച്ച് തുറന്നിട്ട് പുറത്തേക്ക് വിടാൻ പറ്റത്തില്ല. ഇനി അവിടുത്തെ ഹാച്ച് തുറക്കണം എന്നുണ്ടെങ്കിൽ ഒരാൾ മാനുവലായിട്ട് അത് ചെയ്യണം. ഡോക്ടർ സിംസ് ഇപ്പോൾ ആ കാര്യമാണ് ബാനിങ്ങിന്റെ അടുത്ത് വിളിച്ചു പറയുന്നത്. അതിനെ തുടർന്ന് ബാനിങ് സൂപ്പർ സ്പീഡിൽ ആ ഹാച്ചിന്റെ അടുത്തേക്ക് ഓടുകയാണ്. എന്നിട്ട് പെട്ടെന്ന് തന്നെ ആ ഹാച്ചിലേക്ക് അയാൾ ചാടി പിടിച്ചു. അത് കണ്ട ഉടനെ തന്നെ ജിമ്മി അയാളുടെ പുറകെ പോവാണ്. എന്നിട്ട് അവനിപ്പോ ചാടി അയാളുടെ കാലിലാണ് പിടിച്ചിരിക്കുന്നത്. അങ്ങനെ അവിടെ തൂങ്ങിക്കടന്ന് അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. കുറച്ച് സമയത്തെ ഫൈറ്റിന് ശേഷം അയാൾ ജിമ്മി അടിച്ച് താഴേക്ക് ഇട്ടു. അതിനുശേഷം ആ ഹാച്ച് തുറക്കുകയും ചെയ്തു. അങ്ങനെ ആ വാട്ടർ സ്ട്രൈഡേഴ്സ് മൊത്തം ഇപ്പൊ ഹാച്ചിന്റെ അടുത്താണുള്ളത്. ഇനി അവറ്റകൾക്ക് പുറത്തേക്ക് പറന്നുപോയാൽ മാത്രം മതി. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം ബാനിങ് വീണ്ടും ജിമ്മിയുടെ അടുത്തേക്ക് എത്തി. ഈ സമയത്താണ് ബ്ലെയിനും അങ്ങോട്ട് ഓടി വരുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ ബാനിങ് അവരെ രണ്ടുപേരെയും ഓരോരോ കയ്യിലിങ്ങനെ തൂക്കിയെടുക്കുകയാണ്. ജിമ്മി എന്ത് കാണിച്ചിട്ടും ആ പിടി പിടിക്കാൻ സാധിക്കുന്നില്ല. ഈ സമയത്താണ് ജിമ്മിക്ക് ഒരു ഐഡിയ തോന്നുന്നത്. അവൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബാനിങ്ങിന്റെ പോക്കറ്റിൽ നിന്നും ഒരു സിഗരറ്റ് എടുത്തിട്ട് ബ്ലെയിന്റെ ചുണ്ടിൽ വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ആ സിഗരറ്റ് വെച്ചതും ബാനിങ്ങിന്റെ കോട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. അത് അവന്റെ കഴുത്തിലെ പിടിവിട്ടിട്ട് ഒരു ലൈറ്റർ എടുത്തിട്ട് അവർക്ക് കത്തിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ ജിമ്മി ആണെങ്കിൽ ആ ബാനിങ്ങിനെ പിടിച്ചിടിക്കാൻ തുടങ്ങി. അങ്ങനെ കുറെ ഇടിച്ചതിന് ശേഷം അവൻ അയാളെ താഴത്തേക്ക് ഇടുകയാണ്. അയാൾ താഴേക്ക് വന്ന് വീണപ്പം അവർ നിൽക്കുന്ന ആ ഭാഗം നല്ല ചുട്ടുപഴുത്താണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാനിങ്ങിന്റെ മുഖം അവിടെ ഒട്ടിപ്പോയി. അങ്ങനെ അയാളെ താഴേക്ക് ഇട്ടതിന് ശേഷം അവരിപ്പോ നോക്കുന്നത് ആ വാട്ടർ സ്ട്രൈഡേഴ്സിനെയാണ്. ഒരുപാടെണ്ണം ആ ഹാച്ചിന് ചുറ്റും ഇങ്ങനെ കറങ്ങുന്നുണ്ട്. എന്നാൽ അവറ്റകളൊന്നും പുറത്തേക്ക് പോകുന്നില്ല. അതെന്താണ് അവറ്റകൾ പുറത്തേക്ക് പോകാത്തത് എന്നാണ് അവരിപ്പോ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഈ സമയത്താണ് ജിമ്മി താഴെ വെച്ചിരിക്കുന്ന ഒരു കണ്ടെയ്നർ ശ്രദ്ധിക്കുന്നത്. അതിനകത്തുള്ളത് ഈ വാട്ടർ സ്ട്രൈഡേഴ്സിന്റെ ക്യൂനാണ്. ഈ ക്യൂവിന്റെ പുറകെ മാത്രമേ ബാക്കിയുള്ള വാട്ടർ സ്ട്രൈഡേഴ്സ് സഞ്ചരിക്കത്തുള്ളൂ. അതിപ്പോഴും ആ കുപ്പിക്കുള്ളിൽ കിടക്കുന്നതുകൊണ്ടാണ് അവറ്റകൾ ഇങ്ങനെ പോവാതെ അവിടെ കറങ്ങിക്കൊണ്ട് നിൽക്കുന്നത്. അത് മനസ്സിലായ ഉടനെ തന്നെ ജിമ്മി ആ കണ്ടെയ്നർ എടുത്തു. എന്നിട്ട് അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. ഈ സമയത്താണ് ബാനിങ്ങിന്റെ കുറെ ആൾക്കാർ അങ്ങോട്ട് വരുന്നത്. വന്ന ഉടനെ തന്നെ അവർ ജിമ്മിയുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ആ ഫൈറ്റിനിടയിലാണ് അവന്റെ കയ്യിൽ നിന്നും ആ കണ്ടെയ്നർ താഴേക്ക് വീഴുന്നത്. അത് താഴെ വീണ് പൊട്ടിയതും ആ ക്യൂൻ അവിടെ നിന്ന് പറന്നു പോകാൻ തുടങ്ങി. അതൊക്കെ കണ്ട് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ് ജിമ്മിയും ബ്ലെയിനും. അങ്ങനെ ആ വാട്ടർ സ്ട്രൈഡർ പറന്ന് നേരെ ചെന്നിരിക്കുന്നത് ബ്ലെയിന്റെ മൂക്കിലാണ്. അത് കണ്ട ഉടനെ തന്നെ അവിടെ വെച്ചിരിക്കുന്ന ഒരു ചെറിയ ഗ്ലാസ് എടുത്ത് ജിമ്മി അതിനെ പൊത്തിപ്പിടിച്ചു. ഈ സമയത്താണ് ബാക്കിയുള്ളവർ വീണ്ടും അവൻ അറ്റാക്ക് ചെയ്യാൻ വരുന്നത്. അങ്ങനെ ആ ഗ്ലാസ് വെച്ചിട്ട് ആ പ്രാണിയെ പൊത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ അവൻ എല്ലാവരുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്.
അങ്ങനെ ആ ഫൈറ്റ് നടക്കുന്നതിനിടയിലാണ് അവിടെ വീണ് കിടക്കുന്ന ബാനിങ് എഴുന്നേക്കുന്നത്. അതിനുശേഷം അലറിക്കൊണ്ട് അവൻ ജിമ്മിയുടെ അടുത്തേക്ക് ഓടാൻ തുടങ്ങി. അയാൾ അങ്ങോട്ട് വരുന്നത് കണ്ട ഉടനെ തന്നെ ജിമ്മി ആണെങ്കിൽ ആ പ്രാണിയെ അടക്കം ഗ്ലാസ് എടുത്തിട്ട് അയാളുടെ ആ തുറന്നു വെച്ചിരിക്കുന്ന വായ്ക്കുള്ളിലേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ്. ആ ജീവി വായ്ക്കകത്തേക്ക് കയറിയതും അയാളാണെങ്കിൽ താഴേക്ക് വീഴുകയും ചെയ്തു. അങ്ങനെ ആ ക്യൂനിപ്പ് അയാളുടെ വായ്ക്കകത്തായതുകൊണ്ട് ബാക്കിയുള്ള പ്രാണികളൊക്കെ അയാളുടെ വായുടെ ഉള്ളിലേക്ക് കയറാണ്. അതോടുകൂടെ ബാനിങ്ങിന്റെ പണി തീരുകയും ചെയ്തു. ഈ സമയമാകുമ്പോഴേക്കും ആ CSIയുടെ ആൾക്കാരൊക്കെ അങ്ങോട്ടെത്തി. വന്ന ഉടനെ തന്നെ എല്ലാവരും ചേർന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആൾക്കാരെ അറസ്റ്റ് ചെയ്യാണ്. മാത്രമല്ല ഈ ഒരു കാര്യത്തിൽ അവരെ സഹായിച്ചതിന് അവർ ജിമ്മിയെ അപ്രിഷ്യേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പൊ രാജ്യത്തിനു വേണ്ടി ജിമ്മി വലിയൊരു കാര്യമാണല്ലോ ചെയ്തു കൊടുത്തത്. അതുകൊണ്ട് തന്നെ CSIയിലെ ഏജൻസും ഇപ്പൊ ജിമ്മിയെ സഹായിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. അതായത് ഇന്നത്തെ ദിവസമെങ്കിലും അവന്റെ ഇഷ്ടം ആ സെയിൽസ് ഗേളിന്റെ അടുത്ത് പറയണം. അതിനുവേണ്ടി ഒരു വലിയ ഓപ്പറേഷൻ നടത്തുന്ന രീതിയിലാണ് അവരെല്ലാവരും ആ കടയുടെ മുന്നിലേക്ക് ചെല്ലുന്നത്. എന്നിട്ട് എല്ലാവരും കൂടെ അവൻ ആ കടയ്ക്കുള്ളിലേക്ക് പറഞ്ഞു വിട്ടു. അവന്റെ ചെവിയിൽ ഇപ്പൊ ഹെഡ്സെറ്റ് വെച്ചിട്ടുണ്ട്. ആ ഏജൻസ് മുഴുവൻ ഓരോരോ കാര്യങ്ങൾ അവൻ ആ ഹെഡ്സെറ്റ് വഴി പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇപ്പൊ ആ ലേഡിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ കൂട്ടത്തോടെ സംസാരിക്കുന്നതുകൊണ്ട് അവന് ശരിക്കും ഭ്രാന്ത് പിടിക്കാൻ തുടങ്ങി. അവനിങ്ങനെ ഓരോരോ കോപ്രായങ്ങളൊക്കെ കാണിക്കുകയാണ്. അതെല്ലാം കാണുമ്പോൾ ആ പെണ്ണിനാണെങ്കിൽ ശരിക്കും പേടിയാവാൻ തുടങ്ങി. അവൾ ഒരു പെപ്പർ സ്പ്രേ എടുത്തിട്ട് ജിമ്മി ആ കടയിൽ നിന്ന് ഇറക്കി വിടുകയാണ്. അങ്ങനെ വളരെ നിരാശയോടെയാണ് ജിമ്മി ആ കടയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുന്നത്. ഇതെല്ലാം ബ്ലെയിനും കാണുന്നുണ്ട്. അവന് നിരാശയാണെങ്കിലും അവൾക്ക് ശരിക്കും സന്തോഷമായിരുന്നു. കാരണം അവൾക്ക് അവനോടൊരു ഇഷ്ടമുണ്ട്. പക്ഷെ അത് അവൾ അവന്റെ അടുത്ത് നേരിട്ട് പറയുന്നില്ല. എങ്കിലും അവൾ അവിടെ നിന്ന് പരുങ്ങുന്ന കാണുമ്പോൾ ജിമ്മിക്ക് ആ കാര്യം മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൻ അവളൊരു കോഫി കുടിക്കാൻ ക്ഷണിക്കുന്നു. അങ്ങനെ വളരെ സന്തോഷത്തോടെ അവർ രണ്ടുപേരും കൂടെ അവരുടെ ആദ്യത്തെ ഡേറ്റിങ്ങിന് പോവാണ്. ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. ഈ സിനിമ തീരുന്ന സമയത്ത് കുറെ ബ്ലൂപ്പേഴ്സ് കാണിക്കുന്നുണ്ട്. ഈ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് നടന്ന കുറെ തമാശകൾ. അതിലേറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഈ ജാക്കി ചാൻ ഓരോരോ കോപ്രായങ്ങൾ കാണിക്കുമ്പോൾ നമ്മുടെ ബ്ലെയിൻ ആണെങ്കിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ജാക്കി ചാൻ ആണെങ്കിൽ അവളുടെ ചിരി കാരണം ശരിക്കും സൈ കേട്ടു. പുള്ളി ഇപ്പൊ സംവിധായകന്റെ അടുത്ത് പറയുന്നത് ഇവളെന്തുവാ ഈ കാണിക്കുന്നത്, ഫുൾ ടൈം ഇവള് ചിരിയാണല്ലോ, എന്തുമാത്രം ഫിലിമും എന്തുമാത്രം സമയമാണ് ഇവള് വേസ്റ്റ് ചെയ്യുന്നത്, ഇങ്ങനെയാണെങ്കിൽ നമ്മളിത് എപ്പോഴാണ് തീർക്കുക എന്നൊക്കെയാണ് പുള്ളി ഇങ്ങനെ തമാശ രീതിയിൽ ചോദിക്കുന്നത്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു സിനിമ? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുതേ. അപ്പൊ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.